നീ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നു. അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, അവിടെ നിൽക്കൂ, ചോദ്യങ്ങൾ ചോദിക്കേണ്ട, മറുപടിയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ അത് മീഡിയകളെ കാണുന്നു, മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് ആ ഒരു അറിയിപ്പിനെ തുടർന്നാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ മറുപടിയില്ലെങ്കിൽ, ഈ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ ഇന്ന് ചാനലുകൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. ഇത്തരത്തിൽ അല്ല, മുൻപ് അങ്ങനെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ? കൈരളിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കേരളം കണ്ടിട്ടുണ്ട്. തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരെ ഈ വിധം പ്രകോപിപ്പിച്ചത്. അധിക്ഷേപത്തിലേക്ക് അദ്ദേഹം കടന്നത്. പക്ഷേ കൈരളിക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ആ വിഷയത്തിൽ തന്നെ ചോദിക്കാനുണ്ട്. നമസ്കാരം. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന കാലം കൂടിയാണല്ലോ സുലേഖ. വാസ്തവത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും നിശബ്ദരാക്കാനുള്ള ശ്രമത്തിന് സ്വദേശാഭിമാനിയുടെ കാലത്തോളം പഴക്കമുണ്ട്. യാഥാർത്ഥ്യത്തിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന് തന്നെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉണ്ടാകുക, വിമർശനങ്ങൾ ഉണ്ടാകുക എന്നതാണ്. പക്ഷേ ഈ ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന ടെലിപ്രോംപ്റ്റർ ഓഫാകുന്ന നിമിഷം പറഞ്ഞു വന്ന വരി പോലും പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഘട്ടം മുതൽ മാധ്യമങ്ങളെ ഒന്നാകെ വിലക്കെടുക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളെയും ഇന്ന് ഗോദി മീഡിയ എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് മുന്നിൽ രണ്ട് സാധ്യതകളാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകിൽ അവർ നൽകുന്ന നക്കാപ്പിച്ച വാങ്ങി മിണ്ടാതെ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുക, അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ച ശേഷം നെഞ്ചത്തൊരു വെടിയുണ്ട തറയ്ക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുക. ഗാന്ധി മുതൽ ഗൗരി ലങ്കേഷ് വരെ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. അത് ഈ മാധ്യമങ്ങളെ മോദിക്കും BJPക്കും വിലക്കെടുക്കാനാകാത്തത് കൊണ്ടല്ല, പകരം BJPയുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ പൊള്ളത്തരം ആ നിമിഷം തന്നെ തുറന്നു കാട്ടാൻ തയ്യാറാകുന്ന ഒരു വലിയ പൊതുജനം, ഒരു പൊതുസമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാലത്ത്, അങ്ങനെ ഒരു സമൂഹത്തിൽ സുലേഖ, ഈ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം വാസ്തവത്തിൽ ശ്രമകരമാണ്. അവിടെയാണ് പണം കൊണ്ട് നിശബ്ദരാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള മാധ്യമങ്ങളെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ച് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് നിശബ്ദരാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിലേറ്റവും വലിയ ഇരയാണ് എല്ലാ കാലത്തും കൈരളി എന്നുള്ളത് നമ്മൾ കാണുന്നതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുലേഖയ്ക്കെതിരെ നടത്തുന്ന അധിക്ഷേപം നീ 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 എന്ന് ആവർത്തിച്ച് അയാൾ വിളിക്കുകയാണ്. അത് വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല. അത് BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ച ഒരു ഗവർണറിൽ തുടങ്ങി ഇന്നൊരു കേന്ദ്രമന്ത്രിയിലൂടെ തുടർന്ന് അതിപ്പോൾ ഇതാ ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുകയാണ് അല്ലെ? സുലേഖയോട് അയാൾ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ശരീരഭാഷ ഒരു തെരുവ് ഗുണ്ടയുടേതിന് സമാനമായിരുന്നു. നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മറ്റൊന്നും കൊണ്ട് നിശബ്ദരാകില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹത്തെ നോക്കി, ഒരു വിഭാഗത്തെ നോക്കി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുക. പക്ഷേ സുലേഖ ആവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ ഭീഷണിയുടെ സ്വരത്തിൽ ഈ നിലയിൽ പ്രകോപിതനാകുമ്പോഴും സുലേഖ ആവർത്തിച്ച് അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നതുപോലെയുള്ള ചില പ്രതികരണങ്ങളും ഭീഷണികളും ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിലും എന്തുകൊണ്ട് തളരാതെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കാനായി സുലേഖയ്ക്ക്? തീർച്ചയായും അത് ഇത്രയും കാലം മാധ്യമപ്രവർത്തനം തുടങ്ങി ഇത്രയും കാലമുള്ള ഒരു പഠനം, അത് കൈരളി തന്നൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിൽ നിന്നാണ് അത്തരത്തിൽ ശബ്ദമുയർത്തി ചോദ്യം ചോദിക്കാനും അത് ആവർത്തിച്ച് വീണ്ടും ചോദിക്കാനും അത് ചോദിക്കേണ്ട, മറുപടി തരില്ല എന്ന് പറയുമ്പോഴും അത് ചോദിക്കാനുള്ള ഊർജ്ജം അത് നൽകിയത് കൈരളി തന്നെയാണ്. അത്തരത്തിൽ ജനങ്ങൾക്ക് സത്യം അറിയണം, അതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, വാസ്തവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ഞാൻ അവിടെ ചെയ്തത്. അതിന് പോലും തടസ്സം വരുത്തുന്ന രീതിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നീ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു, അതിനൊപ്പം തന്നെ മറുപടിയില്ല, ചോദ്യങ്ങൾ ചോദിക്കേണ്ട, മറുപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല എന്ന് അടച്ചാക്ഷേപിക്കുന്നു. അങ്ങനെയുള്ളൊരു ഒരു സംസാരമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ആദ്യത്തെ സംഭവമല്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല എന്നോട് ഇത്തരത്തിൽ കയർത്ത് സംസാരിക്കുകയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തത്. മൂന്നാമത്തെ തവണയാണ്. അതിനൊപ്പം തന്നെ നേരത്തെ അസദ് സൂചിപ്പിച്ച പോലെ ഗവർണർ അടക്കമുള്ള ആളുകൾ കൈരളി ന്യൂസിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരാമർശം നടത്തുന്നു. കൈരളി ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി ഇത്തരത്തിൽ കൈരളി തന്ന പാഠവുമാണ് ഇത്തരത്തിൽ ആർജവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഈ സത്യം അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് ആ ഒരു സത്യമാണ്, അത്തരത്തിലുള്ളൊരു വസ്തുതാപരമായ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖറിനോട് ഉന്നയിച്ചത്. അതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്.
കൈരളിയുടെ ശബ്ദത്തെ വാസ്തവത്തിൽ പല ആളുകളും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നിലയിലേക്ക് ഒരു കേന്ദ്ര സഹമന്ത്രി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് ഗവർണർ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ കോൺഗ്രസിലെ നേതാക്കളും ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ വി ഡി സതീശനായാലും ശരി, രാജ്മോഹൻ ഉണ്ണിത്താനായാലും ശരി, വി ഡി സതീശൻ നിരന്തരം മാധ്യമങ്ങളോട് മറ്റു വിഷയങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നയാളാണ്. പക്ഷേ കൈരളി ചോദ്യം ചോദിക്കുമ്പോൾ ഇതേ നിലയിലുള്ള അധിക്ഷേപങ്ങൾ വി ഡി സതീശന്റെ ഭാഗത്തുനിന്നും നിരന്തരം ഉണ്ടാകാറുണ്ടല്ലേ? തീർച്ചയായും വി ഡി സതീശനായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വിരളി പൂണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന തരത്തിൽ ശരീരഭാഷ അടക്കം മാറുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് കൈരളി ന്യൂസ് ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണ് വാസ്തവം എന്നുള്ളത് തുറന്നു കാട്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് കൈരളി ന്യൂസ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുള്ളത്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും പ്രതിപക്ഷ നേതാവിൻ്റെതായാലും BJP നേതാക്കളുടേതായാലും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ, കൈരളി ന്യൂസ് ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമാണ് ഇവർ ഇത്രത്തോളം പ്രകോപിതരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ അവരെ പ്രീതിപ്പെടുത്തുന്ന ആളുകളുടെ ചോദ്യങ്ങൾക്ക് തഴുകി തലോടി മറുപടി പറയുകയും കൈരളി ന്യൂസ് ഇത്തരത്തിൽ ഒന്ന് ഉയർത്തി ശബ്ദമൊന്ന് ഉയർത്തി സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിനെ കൈരളി ന്യൂസിനെ അപ്പാടെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് പല നേതാക്കളും, അത് പ്രതിപക്ഷത്തിൽ നിന്ന് വി ഡി സതീശനായാലും മറ്റു നേതാക്കളായാലും BJPയുടെ നേതാക്കളായാലും ഉള്ള ഒരു സമീപനം ഇത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് എനിക്ക് മാത്രം നേരിടേണ്ടി വന്നൊരു കാര്യമല്ല. അതിപ്പോൾ കൊച്ചിയിൽ നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും ഒക്കെ തന്നെയും ഉള്ള നമ്മളെ കൈരളി ന്യൂസിന്റെ റിപ്പോർട്ടർമാർ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം അത് ഉണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് മുന്നിലാണ് ഇവർ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത പൊതുസമൂഹം കൂടി ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇന്നലെ ആ പ്രത്യേക സംഭവം, അത് തിരുമല അനിൽകുമാർ എന്ന BJP നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിൽ ആരോപണത്തിന്റെ മുന്നേ നീളുന്നത് BJPയിലേക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നു, നമ്മുടെ ആളുകൾ എന്നുള്ള പരാമർശം പുറത്തു വരുന്നു. ഇന്നിപ്പോൾ ഇതാ മറ്റൊരു BJP നേതാവിനോട് നമ്മുടെ ആളുകൾ എന്ന പരാമർശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ആളുകളോ, അതാരാണ്, നമ്മളെന്ന് പറഞ്ഞാൽ BJP ആണോ? ഒരു BJP നേതാവ് നമ്മൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകൾ BJP അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലേക്ക് അവർ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് പൊതുസമൂഹത്തെക്കുറിച്ചാണെങ്കിൽ ഒരു വലിയ കടബാധ്യത ഉണ്ടാകുമ്പോൾ ആ വിഷയം പരിഹരിക്കാൻ BJP അധ്യക്ഷന്റെ അടുത്ത് മാത്രമല്ലല്ലോ പോകേണ്ടിയിരുന്നത്, CPM സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത് പോകേണ്ടതുണ്ടല്ലോ, ഒപ്പം തന്നെ KPCC അധ്യക്ഷന്റെ അടുത്ത് പോകേണ്ടതുണ്ടല്ലോ. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ BJPയുടെ അടുത്തേക്ക് മാത്രം പോകുന്നു. അവിടെ അത് ഉണ്ടായില്ല. രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ട ആളിന് ഒരു തരത്തിലും ഒരു ആശ്വാസം ഉണ്ടാകുന്ന സാഹചര്യത്തിലായിരിക്കണമല്ലോ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ സാഹചര്യമാണ് സുലേഖ ആവർത്തിച്ച് ചോദിച്ചതല്ലേ. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും ഈ നിലയിൽ ആളുകൾ വന്ന് കന്യാസ്ത്രീമാരുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന രാജീവ് ചന്ദ്രശേഖരന് കൂട്ടത്തിലുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്താനാകുന്നില്ല എന്ന വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. അതാണ് അസിത, ഈ തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ നേതാവ്, അത് തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. വർഷങ്ങളായി ചെറുപ്പം മുതൽ ഇത്തരത്തിൽ RSS പ്രവർത്തകനായി, BJPയുടെ പ്രവർത്തകനായി, ഇപ്പോൾ നിലവിൽ കൗൺസിലറായി ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഇത്തരത്തിൽ ഇന്നിപ്പോൾ ആത്മഹത്യാക്കുറിപ്പടക്കം പുറത്തു വരുന്ന ഘട്ടത്തിൽ നമ്മുടെ ആളുകൾ എന്നുള്ളൊരു വാക്കുണ്ടതിൽ, ആ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് വർഷങ്ങളായി ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ഈ RSSന്റെ കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് വന്ന് BJPയുടെ കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് വന്ന ഒരാൾ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ അതാരാണ്, നമ്മളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് BJPക്കാരാണോ എന്നുള്ളതാണ് മറ്റൊരു BJP നേതാവ്, മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നേതാവ് അത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത്. അദ്ദേഹം ഇങ്ങനെ പരിഹാസനാകാൻ നിരന്തരം പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയുണ്ട്. മുൻപ് ഈ ക്രൂഡ് ഓയിൽ വിലയുമൊക്കെ ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തി ഇതേപോലെ തന്നെ പരിഹാസനായി മാറിയ ആൾ കൂടിയാണ്. പക്ഷേ ഇത് അല്പം കൂടി കടന്നുപോയി അത്യന്തം പരിഹാസമാകുന്ന രീതിയിലേക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു BJP പ്രവർത്തകൻ നമ്മളെന്ന് അഭിസംബോധന ചെയ്യുന്നത് BJP അല്ല എന്നൊരു കണ്ടുപിടുത്തം തന്നെ അദ്ദേഹം നടത്തുകയാണല്ലേ. തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ വർഷങ്ങളായി BJPയെ പിന്തുടരുന്ന RSS കാര്യങ്ങളൊക്കെ തന്നെയും പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് തിരുമല അനിൽ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് മറ്റാരാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. അതിനെയാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് BJPക്കാരാണോ എന്നുള്ള
മറുചോദ്യം ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്നു, കൈരളി ന്യൂസ് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. അതിൽ പ്രകോപിതനാകുന്നു. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പ്രകോപിതനായി രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ്. ശരീരഭാഷയടക്കം അത്തരത്തിൽ വിറളി പൂണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയിരുന്നു. അങ്ങനെ അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നീ എന്ന് വിളിക്കുന്നു, അത് അധിക്ഷേപമാണ്. തീർച്ചയായും അതൊരു അധിക്ഷേപമാണ്. അത്തരത്തിൽ നീ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നു. അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, അവിടെ നിൽക്കൂ, ചോദ്യങ്ങൾ ചോദിക്കേണ്ട, മറുപടിയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ അത് മീഡിയകളെ കാണുന്നു, മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് ആ ഒരു അറിയിപ്പിനെ തുടർന്നാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ മറുപടിയില്ലെങ്കിൽ, ഈ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ ഇന്ന് ചാനലുകൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. ഇത്തരത്തിൽ അല്ല, മുൻപ് അങ്ങനെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ? കൈരളിക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കേരളം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, ഇന്ന ആളുകൾ അവിടെ വരേണ്ട, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് അവിടെ പോയി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു സംഭവത്തെ തുടർന്ന് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ആ ചോദ്യം ആവർത്തിക്കുന്ന ഘട്ടത്തിൽ ക്ഷുഭിതനായി ബൈറ്റ് തരുന്ന സമയത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചെരുപ്പിടുന്ന ഘട്ടത്തിൽ ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എനിക്ക് ഫേസ് ടു ഫേസ് വരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കാണിച്ചു തരാമെന്നുള്ളൊരു ഭീഷണി എന്ന് തന്നെ പറയണം, അത്തരത്തിൽ ആ ഒരു സംസാരം ഉണ്ടാകുന്നത്. തുടർന്ന് കാറിൽ കയറി പോകുന്ന ഒരു സാഹചര്യം, നമ്മൾ ആ കാറിന്റെ അവിടെ വരെ നമ്മൾ പിന്തുടർന്നു. പക്ഷേ നമ്മളോട് സംസാരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാണിച്ചു തരാമെന്നുള്ള ഒരു ഭീഷണി അതുണ്ടാകുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അത് ആദ്യത്തേതല്ല, ഇത് മുൻ ഗവർണർ തുടങ്ങി ഇപ്പോൾ ഇതാ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരെ ഇത്തരത്തിലുള്ള ഭീഷണി അത് കൈരളി ന്യൂസിനെതിരെ ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കൈരളി ന്യൂസ് ഒരു പ്രകോപനവുമില്ലാതെയാണ് കൈരളി ന്യൂസ് ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അന്ന് നമ്മൾ പ്രസ് മീറ്റ് കഴിഞ്ഞ് ആൾക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. പക്ഷേ പകരം ചോദ്യം നമ്മൾ കൈരളി ന്യൂസിനെ കണ്ട ഉടൻ അത്തരത്തിൽ പറയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾ വേണ്ട, തൊഴുകൈയോട് പറയുക എന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് പിന്നീട് ഇന്നലെ വരെ ഇത്തരത്തിൽ നിൽക്കുന്നു. ഇന്നിപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് BJPക്കാരാണ് എന്നുള്ള കാര്യത്തിലടക്കം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. പക്ഷേ ഈ വിഷയത്തിൽ BJP മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അനിലിന്റെ ഭാര്യ തന്നെ അവിടെ ചെന്ന രാജീവ് ചന്ദ്രശേഖരെ നോക്കി എന്റെ ഏട്ടൻ എന്നുള്ളതാണ് പറയുന്നത്. എന്റെ ചേട്ടൻ നിങ്ങളെയൊക്കെ വന്ന് കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ചെന്ന് കണ്ടിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മറുപടിയാണോ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഉറപ്പായും മറുപടി പറയേണ്ടത് BJP തന്നെയാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യത, അതിൽ നമ്മുടെ ആളുകളെന്ന് അനിൽകുമാർ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അത് BJP തന്നെയാണ്. അതല്ലാത്തത് വി മുരളീധരനെ പോലുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ കൂടെ നിന്ന ആളുകളാൽ ചതിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് BJP ഒരു നടപടിയും എടുത്തില്ല എന്നുള്ള ചോദ്യത്തിനും സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. സുലേഖ, ഇവിടെ ഇപ്പോൾ BJPയുടെ പല വാർത്തകളും, BJP കൊണ്ടുവന്ന പല വാർത്തകളും അല്ലെങ്കിൽ പല അപനിർമ്മിതികളും നമ്മൾ വസ്തുതകൾ സഹിതം അതിനെ പൊളിച്ച് അതിന്റെ യാഥാർത്ഥ്യം ആളുകളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ നിരന്തരം ഇങ്ങനെ അധിക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് അല്ലെ? ഏതെങ്കിലുമൊക്കെ നിലയിൽ BJPയുടെ ശബ്ദമായി മാറാനുള്ള ശ്രമങ്ങൾ ഒരുപാട് ഘട്ടത്തിൽ ഒരുപാട് തവണ പല മാധ്യമങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കൈരളിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഒരു കൂട്ടത്തിൽ നിന്നാണല്ലേ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ചില സമയത്ത് അത് പൊതുജനങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ നിരന്തരം ഇങ്ങനെ അധിക്ഷേപം ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ ആ അധിക്ഷേപത്തെ ഭയന്ന് ഇനി ചോദിക്കില്ല എന്നതായിരിക്കണം ഇവരൊക്കെ കരുതുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ അധിക്ഷേപങ്ങൾ ഇങ്ങനെ ചൊരിയുന്ന ഘട്ടത്തിൽ അത് ഭയന്ന് മാറിപ്പോകണം എന്നുള്ള തരത്തിലായിരിക്കണം ഇത്തരത്തിൽ ഇങ്ങനെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. നമ്മൾ നേരത്തെ അസുഖ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ഗൗരി ലങ്കേഷ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൗരി ലങ്കേഷ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇത്തരത്തിൽ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ളൊരു അക്രമം അത് ഉണ്ടാകുന്നുണ്ട്. ഈ സത്യത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം. ആ സത്യത്തെ സംഘപരിവാർ ഭയക്കുന്നു. അതിനെ തുടർന്ന് ഇത്തരത്തിൽ
ഭീഷണിയും ഇത്തരത്തിൽ അധിക്ഷേപങ്ങളും ചൊരിയുന്നു. അതിൽ ഭയന്ന ഇത്തരത്തിൽ ആളുകൾ മാറിപ്പോകും, മാധ്യമപ്രവർത്തകർ മാറിപ്പോകും എന്നുള്ളൊരു ചിന്ത അത് സംഘപരിവാറിനുണ്ട്. അത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ അത് കേരളത്തിലെത്തുമ്പോൾ പക്ഷേ ഇത്തരത്തിൽ അത് സംഘപരിവാറിന് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അല്പം സ്വാധീനം കേരളത്തിൽ ഉണ്ടെങ്കിലും അത് വലിയ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തകരെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ വലിയ രീതിയിൽ സംഘപരിവാറിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ സംഘപരിവാർ അനുകൂലമായി ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നവരെ ഇത്തരത്തിൽ ആശ്ലേഷിക്കുന്നൊരു സമീപനമാണ് സംഘപരിവാറിന്റെയും BJPയുടെയും ഭാഗത്ത് നിന്നൊക്കെ തന്നെയും ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇവരുടെ വാസ്തവം പൊളിച്ചു കൊടുക്കുന്ന സമയത്ത്, വാസ്തവം നമ്മൾ തുറന്നു കാണിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അധിക്ഷേപിച്ച്, വളരെ മോശമായി അധിക്ഷേപിച്ച്, ഭീഷണിപ്പെടുത്തി അവരെ കീഴ്പ്പെടുത്താം എന്നുള്ളൊരു ശ്രമം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനമാണ്. അതായിരിക്കണം നേരത്തെ ഇപ്പോൾ അസുത സൂചിപ്പിച്ചതുപോലെ അതായിരിക്കണം ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്, മറുപടിയില്ലെന്ന് പറഞ്ഞത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഭയന്ന് മാറി പിന്മാറുമെന്നുള്ളൊരു തോന്നൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ അധിക്ഷേപം ഉണ്ടായതെന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ നിന്നും വലിയൊരു പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്തു. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ ശരീരഭാഷയും പ്രകോപനവും ഉപയോഗിച്ച വാക്കുകളും അത്രമേൽ ഒരു പുരോഗമന സമൂഹത്തിന് ചേരാത്തത് തന്നെയായിരുന്നു. ആ നിലയിൽ ഒരുപാട് പിന്തുണ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും സുലേഖ മാധ്യമപ്രവർത്തകരിൽ നിന്നും ഉണ്ടായ മൗനം കൂടി എടുത്തു പറയേണ്ടതാണല്ലേ? തീർച്ചയായും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് നമുക്ക്. ഇത് തുടരണം, ഈ സധൈര്യം ഇത് തുടരണം എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശബ്ദമുയർത്തി ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് മറ്റ് മാധ്യമപ്രവർത്തകരിൽ നിന്നുണ്ടായത്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എന്തായാലും ഇത് കഴിഞ്ഞ്, ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ പോയതിനു ശേഷം നമുക്ക് അഭിനന്ദന പ്രവാഹമൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറയേണ്ടത് വലിയ പിന്തുണ അത് സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ വാർത്തയാകുന്നു. നമ്മൾ കൈരളി ന്യൂസ് ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നു. VK സനോജ് അടക്കമുള്ള ആളുകൾ പിന്തുണ അറിയിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ പിന്തുണ അറിയിക്കുന്നുണ്ട്. സംഘപരിവാറിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ വാസ്തവം അത് തുറന്നു കാണിക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അത് സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് നിന്നാലും പുരോഗമനപരമായിട്ടുള്ള ആളുകളിൽ നിന്നാലും ഇത്തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സിത. തീർച്ചയായും എന്തായാലും സംഘപരിവാറിന്റെ പാരമ്പര്യം ഈ നിലയിൽ മാപ്പെഴുതി കൊടുത്തവരുടെ പാരമ്പര്യമാണ്, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരുടെ പാരമ്പര്യമാണ്. പക്ഷെ അങ്ങനെ മാപ്പെഴുതി കൊടുക്കുന്ന ചരിത്രമല്ല കൈരളിക്കുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം പറയുമ്പോൾ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്തൊരു ചരിത്രം കൂടിയുണ്ട് സംഘപരിവാറിന്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട് ഇതേ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ അങ്ങനെ നിരന്തരം മാപ്പെഴുതി കൊടുത്ത് ഈ നിലയിലുള്ള പ്രക്ഷോഭങ്ങളോട് അതിനെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം സ്വീകരിച്ച സംഘപരിവാർ BJPക്കും ഒരിക്കലും കൈരളി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ആ നിലയിൽ മനസ്സിലാകില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ പിന്തുടരുന്നത് ഈ നിലയിൽ മാപ്പെഴുതി കൊടുത്തവരുടെ പാരമ്പര്യത്തെ അല്ലാത്തത് കൊണ്ട് തന്നെ സധൈര്യം ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കൈരളി എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യങ്ങളടക്കം ജനങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ളതാണ്, താല്പര്യമുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ ശിവൻകുട്ടി എന്ന മന്ത്രി അനിലിന്റെ വീട്ടിൽ പോയ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ഹൃദയവേദനയോടെ കേൾക്കുകയും അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ തുറന്നു പറയാൻ തയ്യാറാണ് എന്നത് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ കൂടെ നിന്ന ആളുകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനത്തിലേക്ക് BJP പോകുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ നിലയിൽ അധിക്ഷേപം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ സുലേഖ, ഇതുകൊണ്ട് ഈ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞതുകൊണ്ട് ഈ നിലയിൽ മാധ്യമങ്ങൾക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചതുകൊണ്ട് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്നും BJPക്ക് ഒഴിഞ്ഞു പോകാനാകുമോ? ഒരിക്കലുമില്ല. കാരണം BJPയുടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് തിരുമല അനിൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആത്മഹത്യയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. അതിൽ നമ്മളുടെ ആളുകളെ സഹായിച്ചു എന്നതാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആ സഹായിച്ച ആളുകൾ എവിടെ? സഹായിച്ച ആളുകൾ തിരിച്ച് പണം അടച്ചോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് അത് BJPക്ക് അധികാരമുള്ള അല്ലെങ്കിൽ BJPക്ക് സ്വാധീനമുള്ള ഭരണസമിതിയാണ് ആ സൊസൈറ്റിക്ക് ഉള്ളത്. അപ്പോൾ ഈ ഭരണസമിതി അറിയാതെ ഒരു സഹകരണ സൊസൈറ്റിയിൽ നിന്ന് ഇത്തരത്തിൽ ലോണുകൾ പാസ്സാക്കുമോ, നിക്ഷേപകരിൽ നിന്ന് ഇത്തരത്തിൽ പണം വാങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെയും അവിടെയുണ്ട്. BJPയുടെ നേതാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ അടക്കമുള്ള ഭരണസമിതിയാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ ഭരണസമിതി അറിയാതെ എങ്ങനെയാണ് തുക നൽകുന്നത്? ഇത്തരത്തിൽ വായ്പയ്ക്കായി
ഇത്തരത്തിൽ വായ്പ നൽകുന്നത് എങ്ങനെയാണ്, ഈ നിക്ഷേപകരിൽ നിന്ന് എങ്ങനെയാണ് പണം വാങ്ങുന്നത്, ഈ പണം കൊടുത്തവർക്ക് എങ്ങനെ ഇത് തിരിച്ചു വാങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് ഭരണസമിതി കൂടെ അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഭരണസമിതി കൂടെ തീരുമാനിച്ചിട്ടാണ് ഇത്തരത്തിൽ ലോണുകൾ അവർക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഭരണസമിതിക്ക് BJPക്ക് സ്വാധീനമുള്ള ഈ ഭരണസമിതിയിൽ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തില്ല? ചെയ്യാതെയാണോ ഇത്തരത്തിൽ പണം നൽകുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ അനുശോചന കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പിനടിയിൽ ഇത്തരത്തിൽ നിരവധിയായ കമന്റുകൾ വന്നിട്ടുണ്ട്. താഴെ നിരവധിയായ കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും BJP പ്രവർത്തകരാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ പറയുന്ന ഒരു വിമർശനം, എന്തുകൊണ്ട് 2 ദിവസം മുൻപ് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ഉണ്ടായി, ഇത്തരത്തിൽ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംസാരിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന ഇത്തരത്തിൽ ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന എന്തുകൊണ്ട് ഇത്രയും കാലമായി ഈ BJPക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകന്റെ വിഷമം എന്തുകൊണ്ട് ഈ BJP കണ്ടില്ല തുടങ്ങിയ കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് BJP എന്ന് പറയുന്ന അതേ സംഘടന തന്നെയാണ്, അതേ പാർട്ടി തന്നെയാണ്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുക എന്നുള്ളത് അത് പൊതുസമൂഹം തിരിച്ചറിയും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ആ വിമർശനത്തിന്റെ ഒരു കമന്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ മാത്രമാണ് സംസ്ഥാന അധ്യക്ഷൻ കഴിയുന്നത്, എന്തുകൊണ്ട് പ്രവർത്തകരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിലൊരു കമന്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ദേശീയ വിഷയങ്ങളിൽ വലിയ രീതിയിൽ ഇടപെടുന്ന ഒരു പ്രവർത്തകൻ ഇത്രയും വർഷമായി തന്റെ 16ാമത്തെ വയസ്സിൽ മുതൽ ഇതുവരെയും തുടർന്ന് വന്ന ഈ BJP അനുകൂല നിലപാട്, അല്ലെങ്കിൽ BJPയിൽ തുടരുന്നൊരു വ്യക്തി, ഒരു പാർട്ടി അനുഭാവി, എന്തുകൊണ്ട് ആ അനുഭാവിയെ സംസ്ഥാന അധ്യക്ഷൻ കണ്ടില്ല? സംസ്ഥാന അധ്യക്ഷന് താഴെ ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട്, അവരെ ഒന്നും ഇയാളെ സഹായിച്ചില്ല തുടങ്ങിയ കുറേ ചോദ്യങ്ങൾക്ക് എന്തായാലും മറുപടി പറയേണ്ടത് അത് നേതൃത്വം, BJP എന്ന് പറയുന്ന നേതൃത്വം തന്നെയാണ്. തീർച്ചയായും. എന്തായാലും തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരെ ഈ വിധം പ്രകോപിപ്പിച്ചത്. അധിക്ഷേപത്തിലേക്ക് അദ്ദേഹം കടന്നത്. പക്ഷേ കൈരളിക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ആ വിഷയത്തിൽ തന്നെ ചോദിക്കാനുണ്ട്. ഭരണസമിതി, BJPയുടെ ഭരണസമിതി അറിയാതെ എങ്ങനെയാണ് ആ ബാങ്കിൽ ഇങ്ങനെ ലോണുകൾ പാസാക്കിയത്? ഏറ്റവും ഒടുവിൽ വായ്പാ തുക തിരിച്ച് അടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തിരുമല അനിൽ BJP സംസ്ഥാന അധ്യക്ഷനെ ചെന്ന് കണ്ടിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന നമ്മുടെ ആളുകൾ എന്നുള്ള പരാമർശം അത് ആരെക്കുറിച്ചാണ്? തിരുമല അനിലിന്റെ ഭാര്യ തന്നെ നിങ്ങളെയൊക്കെ വന്ന് കണ്ടിരുന്നില്ലേ എന്ന് BJP സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ച ആ ചോദ്യത്തിൽ നിന്നും എങ്ങനെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാകും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത്, അല്ലാതെ ആക്ഷേപവും അധിക്ഷേപവും അല്ല വേണ്ടത്.